ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം ശുചീകരണ തൊഴിലാളിയുമായി ഇന്നും തെളിവെടുപ്പ്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളി 13 ഇടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതേസമയം ശുചീകരണ തൊഴിലാളി ഹാജരാക്കിയ തെളിവുകളുടെ സൂക്ഷ്മ പരിശോധന നടന്നുവരികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. 13-ാം നമ്പർ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണിത്. ഇവിടെ ഒരു മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തോട് ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശം സീൽ ചെയ്ത് മാർക്ക് ചെയ്ത് കനത്ത പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ഇതുപോലെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുള്ള പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശുചീകരണ തൊഴിലാളിയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. 15 മണിക്കൂറിലധികമാണ് ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇതിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. ഈ 13-ാം നമ്പർ സ്ഥിതി ചെയ്യുന്നത് ഈ സ്നാനഘട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്നാനഘട്ട അതിന് തൊട്ട് സമീപത്തായി ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വഴിയുണ്ട്. ആ വഴിയോട് തൊട്ടു ചേർന്നാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ശക്തമായ പരിശോധനയുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. GPS അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ളിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കും. അതിനുശേഷമായിരിക്കും നിർണായകമായ മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം SITയുടെ മറ്റൊരു സംഘം കർണാടകയിലെ മുഴുവൻ തിരോധാന കേസുകളും അന്വേഷിക്കുന്നുണ്ട്. ബെൽത്തങ്ങാടിയിലും ധർമ്മസ്ഥലയിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ അസ്വാഭാവിക മരണങ്ങളും തിരോധാന കേസുകളും കൊലപാതകങ്ങളും ആത്മഹത്യകളുമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ വനത്തിനുള്ളിൽ കുഴിച്ചു മൂടപ്പെട്ട മൃതദേഹങ്ങൾ ആരുടേതാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിത ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വരും മണിക്കൂറുകളിലും സമാനമായ രീതിയിൽ ഇന്നലെ കണ്ടതുപോലെ തന്നെ സമാനമായ രീതിയിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, ധർമ്മസ്ഥല.